എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, അവിടെ നിന്ന് നമ്മൾ അൽഹംദുലില്ലയാണ് പറയേണ്ടത്. അത് ചെറിയ ഒരു വാചകമാണെങ്കിലും അത് വലിയ പ്രതിഫലം നേടിത്തരുന്നതാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടല്ലോ. അള്ളാഹുവേ അൽഹംദുലില്ല പറഞ്ഞവർക്ക് അള്ളാഹു കൊടുത്ത എത്രയെത്രയോ ചരിത്രങ്ങൾ നമ്മൾ പ്രഭാഷണങ്ങളിൽ കേട്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയണം. അള്ളാഹ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയല്ലോ. പടച്ച റബ്ബ് സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, ഭാര്യ മക്കളെ നൽകി. പടച്ചവനെ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകിയത്. എന്നിട്ട് ആ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ചൊരു നന്ദി രേഖപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മളിൽ കാര്യം പരാജയപ്പെട്ടു പോകുന്നതാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണേ, ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണേ. അതുണ്ടായി കഴിഞ്ഞാ ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു മനസ്സ് നിനക്കില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹസ്റത്ത് ദുനിയാ വല്ലാഖിറ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. പടച്ചവനെ, നിനക്ക് ഒരുപാട് അല്ലാഹു നിനക്ക് തന്ന ഒരു അനുഗ്രഹമാണ് സമ്പത്ത്. ആ സമ്പത്ത് നിനക്ക് ഒരുപാട് കൂടിക്കഴിയുമ്പോ നിനക്ക് അഹങ്കാരം കൂടുകയാ, നീ പലതും മറന്നു പോവുകയാ, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താൻ സമയമില്ലാതെ കടന്നു വരികയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഖാറൂൻ എന്ന് പറയുന്ന ഒരു സമ്പന്നന്റെ ചരിത്രം അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. അവന്റെയൊക്കെ സമ്പത്തിന്റെ 4/1 പോലും, 99% പോലും സാക്ഷാൽ അംബാനി പോലും കടന്നു വരൂല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം പോലും കടന്നു വരൂല. അത്രയും വലിയ കോടീശ്വരനായിരുന്ന ഖാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവനാ ഖാറൂൻ. ആ ഖാറൂനിനെ ഒരുപാട് മൂസാ നബി ഉപദേശിച്ചതാ. ഒരുപാട് ഖാറൂനിനെ മൂസാ നബി ഉപദേശിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു, മൂസാ, ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാ മൂസാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് ഖാറൂൻ പറഞ്ഞപ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, കോടിപതിയായിരുന്ന ഖാറൂൻ അവനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിനാ ഖാറൂനിന്റെ ചരിത്രമല്ല ഖുർആനിൽ പറഞ്ഞത്? ഇന്നത്തെ ഖാറൂനിന്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയാ. ഇന്നത്തെ ഖാറൂനിന്റെ മക്കളെ പോലെ ജീവിക്കുന്നവർക്ക് പഠിക്കാനാണ് പടച്ച റബ്ബ് ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളും ചരിത്രങ്ങളും കാണിച്ചു തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണം കിട്ടുമ്പോ അള്ളാനെ മറക്കരുത്, സമ്പത്ത് കിട്ടുമ്പോ അള്ളാനെ മറക്കരുത്. പലരും അള്ളാനോട് സമ്പത്ത് താ അല്ലാ, സമ്പത്ത് താ അല്ലാ, പലരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറയാ. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്ക്, നിങ്ങൾക്ക് സമ്പത്ത് വേണോ, സമ്പത്തിനോടുള്ള ആർത്തി വേണോ? റസൂലുള്ള പറഞ്ഞത് വേണ്ടെന്നാണ്, മുത്തുനബി പറഞ്ഞത് പണം വേണ്ടെന്നാണ്, അതിനെ നിങ്ങൾ സ്നേഹിക്കരുതെന്നാണ് മുത്തുനബി പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകൻ അതാ സുബഹി കഴിഞ്ഞ് നോക്കുമ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് ഓടുകയാണ്. എല്ലാരും അള്ളാഹിനോട് പറയുന്നത്, പടച്ചവനെ സമ്പത്ത് താന്ന. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ചരിത്രം കേട്ടിട്ട് വേണമെന്ന് തീരുമാനിക്കൂ, വേണോ വേണ്ടയോ. നമസ്കാരം കഴിയുമ്പോൾ ഒരു സഹാബി ഇറങ്ങി ഓടുക, പെട്ടെന്ന് പോവാ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കുറേ ദിവസമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇറങ്ങി പോന്ന കണ്ടപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഇത്ര ധൃതി? നിനക്ക് അള്ളാഹിനോട് ചോദിക്കാനൊന്നുമില്ല, നീ ഓടുന്നല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉത്തരവില്ലേ? ഉണ്ട്. കൂട്ടപ്രാർത്ഥനയ്ക്കേ വിഷയമുള്ളൂ, അല്ലേ? തർക്കമുണ്ടെങ്കിലും കൂട്ടപ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞുള്ള ദുആയ്ക്ക് ഇജാബത്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിനക്കൊന്നും ചോദിക്കാനില്ല? ഇല്ല നബിയെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നബിയെ. പക്ഷെ എന്റെ അവസ്ഥ എന്താണെന്നറിയോ? മുത്തുനബിക്ക് അറിയുമല്ലോ എന്റെ അവസ്ഥ എന്താ. ഞാൻ പാവപ്പെട്ടവനാ നബിയെ, ഞാൻ പാവപ്പെട്ടവനാണ്. ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്നത് എന്തിനാണ് നബിയേ? എനിക്കും
എൻ്റെ ഭാര്യയ്ക്കും നമസ്കരിക്കാൻ ആകെയുള്ളത് ഒരേ ഒരു ജോഡി വസ്ത്രം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ. ഈ നമസ്കാരം കഴിഞ്ഞ് ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എൻ്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. എൻ്റെ ഭാര്യ വീടിന്റെ മുന്നിൽ പടച്ചവനെ നിസ്കാരം കഥയാകുന്നതിന് മുമ്പ് എനിക്ക് ഓടിപ്പോകണം. ഈ വസ്ത്രം കൊണ്ട് കൊടുത്തിട്ട് വേണം, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് വേണം എൻ്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. അല്ലാഹുവേ, അത് കൊടുക്കാൻ ഓടുന്നതാണ്. പടച്ചവനെ ചിന്തിച്ചു നോക്ക്, ആ കുടുംബത്തിന്റെ പ്രയാസം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുന്ന ഹൃദയത്തോടെ തന്റെ സങ്കടങ്ങൾ മുഴുവനും മുത്തുനബിയോട് പറഞ്ഞിട്ട് ആ സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് ദുആ ചെയ്യുവോ നബിയേ? സമ്പത്ത് കിട്ടാനൊന്ന് ദുആ ചെയ്യുവോ? അല്ലാഹു ബറക്കത്ത് ചെയ്യാനൊന്ന് ദുആ ചെയ്യുമോ? റസൂലുള്ളാഹ് പറഞ്ഞു വേണ്ട. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു വേണ്ട. കാരണം പണം കൂടി കഴിഞ്ഞാ സർവ്വതും നഷ്ടപ്പെട്ടു പോകും, ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. സഹാബി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ മാറിപ്പോകുമോ നബിയേ? ഞാൻ മാറിപ്പോകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ സഹാബിയാ, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചവരാ, അങ്ങയുടെ പുറകെ നിന്ന് നിസ്കരിക്കുന്നവനാണ്. എനിക്ക് പണം കിട്ടിയാ ഞാൻ അല്ലാഹുവിനെ മറക്കുവോ? ഞാൻ അഹങ്കാരിയായി പോകുമോ? ഒരിക്കലും ഞാൻ അങ്ങനെയാകില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുമ്പോഴൊക്കെ ഈ സ്വഹാബി ഇങ്ങനെ പറയുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു, നാഥാ, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ തള്ളപ്പെടില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, പിന്നെ ആ മനുഷ്യൻ അല്ലാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കൊടുക്കുകയാണ്. അവിടുന്ന് പടച്ചവന് മൃഗങ്ങളിൽ അല്ലാഹു ബർക്കത്ത് കൊടുത്തു. ഒരുപാട് ആടുകളായി, മാടുകളായി, ഒട്ടകങ്ങളായി, പടച്ചവരെ വലിയ സമ്പന്നനായി. പണം കൂടി കഴിഞ്ഞപ്പോ 5 നേരം പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിരുന്ന സ്വഹാബി, ഈ സ്വഹാബിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, പള്ളിയുടെ മാടപ്രാവെന്നായി സ്വഹാബിയെ വിളിച്ചിരുന്നത്. കാരണം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് വരുമായിരുന്നു. അതുകൊണ്ട് സ്വഹാബികൾ വിളിച്ചു പള്ളിയുടെ മാടപ്രാവ്, മാടപ്രാവ്. കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന സ്വഹാബി, പടച്ചവനെ, ജോലി കൂടി, പണം കൂടി, 5 നേരം വന്നവൻ പിന്നെ 2 നേരമായി. പടച്ചവരെ, 2 നേരം പള്ളിയിലായി. പിന്നെ പള്ളിയിൽ എല്ലാ ദിവസവും വരാൻ കഴിയുന്നില്ല, ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, പിന്നെ പള്ളിയിൽ പോലും വരാത്ത അവസ്ഥയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ മനുഷ്യന് സദക്ക കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ പാവപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവേ അവിടെ നിന്ന് കാണാം. അവസാനം അവിടെ നിന്ന് കാഫിറായി ചത്തുപോയെന്ന് അല്ലാഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ, അവസാനം പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ അവസാനം കാഫിറായി ചത്തുപോയെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പണം അനുഗ്രഹമല്ല, അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണ വസ്തുവാണ്. അതിനോട് ആർത്തി കൂടി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അൽഹംദുലില്ലാ എങ്കിലും പറയാൻ, ഒരൽഹംദുലില്ലാ എങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ എങ്കിലും പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ ഒരൽഹംദുലില്ലാ പറഞ്ഞേ, ഈ അൽഹംദുലില്ലാ വേണ്ട, ഇത്തിരി നല്ല പോലെ അതങ്ങോട്ട് ഉള്ളീന്ന് വരണം. ചുമ്മാ അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ 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 പറഞ്ഞിട്ടുണ്ടക്കത്തില്ലേ? അതല്ല, ഒരൊറ്റ അൽഹംദുലില്ലാ. ഇത്രയും നാളും അല്ലാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് മനസ്സറിഞ്ഞിട്ടൊന്ന് പറ, സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറ. അങ്ങോട്ട് ഉള്ളീന്ന് വരുന്നില്ല. അത് ഉള്ളീന്ന് വരണമെങ്കിൽ
സമയം ഇത്തിരി എടുക്കൊണ്ട് ഞാൻ പറയണില്ല, പിന്നെ അതിനെക്കുറിച്ച് മാത്രം പറയേണ്ടി വരും. അൽഹംദുലില്ലാ നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ മനസ്സല്ല കണ്ണ് നിറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും. അങ്ങനെ ചരിത്രമുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം തന്നെ 10 മണിയായി, 50 ഇപ്പം തന്നെ 3:45 കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പരസ്യമായിട്ടാ എല്ലാവരും ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എല്ലാവരും ഇപ്പോൾ വഅദിന്റെ സദസ്സ് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാം, സദക്ക വയ്ക്കുക. ഇപ്പൊ പള്ളി കെട്ടാൻ വേണ്ടിയാണ് പൈസ വയ്ക്കുക. ഒരാൾ എഴുതിട്ട് 1,00,000, 50,000, 25,000 ഇല്ലേ? എല്ലാവരും കൊടുക്കും. എന്നാ ഇവന്റെ മുന്നിൽ ബക്കറ്റ് കൊണ്ടുപോകും. നിങ്ങൾ കേൾക്ക്, ഞാൻ കുറ്റപ്പെടുത്തല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പൊ നമ്മളൊക്കെ വഅദിന് പോകുമ്പോൾ വഅദിന്റെ സദസ്സിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബക്കറ്റുമായിട്ട് ഇങ്ങനെ പോകും. ബക്കറ്റിനകത്ത് 5 രൂപ, 10 രൂപ ചില്ലറ പൈസ. പക്ഷേ വേറെ പല കാര്യങ്ങൾക്ക് ചോദിച്ചാൽ ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയും 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഇല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ കൊടുക്കണ്ട എന്നല്ല, കൊടുക്കണം. അതെന്തിനു വേണ്ടിയാ? നിയ്യത്ത്, പടച്ചവനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ കൊടുക്കുക, അങ്ങനത്തെ നിയ്യത്തുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അന്ന ശൈത്വാന ലാ യർളാ, അന്ന ശൈത്വാന ലാ യർളാ. ഇതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രഹസ്യമായിട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ഉണ്ടല്ലോ, രഹസ്യമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മമുണ്ടല്ലോ, അത് ശൈത്താന് വല്ലാത്ത കോപമുണ്ടാക്കുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ? അമേരിക്കയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രമല്ല, മറ്റുള്ള ഏതെങ്കിലും മതസ്ഥരല്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, ഇന്ന ശൈത്താന ലകും അദുവ്വുൻ മുബീൻ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. അതുകൊണ്ട് ആ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? അത് രഹസ്യമായിട്ട് ചെയ്യുന്ന അമലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രഹസ്യമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങള്, രഹസ്യമായി ചെയ്യുന്ന സൽക്കർമ്മം ഇബ്ലീസിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പറയാൻ ഒരുപാട് പരസ്യമായിട്ടുള്ള നിസ്കാരം പരസ്യമാണ്, നോമ്പ് പിടിക്കൽ പരസ്യമാ, ഹജ്ജിന് പോയിട്ടുണ്ട് പരസ്യമായിട്ട് പറയും, പള്ളി കെട്ടിക്കൊടുക്കാൻ അത് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ പരസ്യമായിട്ട് പറയും. പക്ഷേ ജീവിതത്തിൽ നിനക്കും അല്ലാഹ്ക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കൊക്കെ അറിയണം? ആർക്കൊക്കെ അറിയണം? കൂടെ കിടക്കണ പെണ്ണുപിള്ളയ്ക്ക് അറിയരുത്, സ്വന്തം മക്കൾക്കറിയരുത്, ഒരാൾക്കും അറിയരുത്. എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന ഒരു രഹസ്യം, അങ്ങനെ ഒരു സൽക്കർമ്മം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരസ്യമാക്കാൻ അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം 5 വഖത്ത് ഫർദ് നമസ്കാരം അത് രഹസ്യമായിട്ടാണോ നിസ്കരിക്കേണ്ടത്, പരസ്യമായിട്ടാണോ? പറ മനുഷ്യന്മാരെ, പരസ്യമായിട്ട്. എന്നാൽ ഈ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം എവിടെയാണ് നിസ്കരിക്കണ്ടേ? പറ, വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഖത്തീബായ ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിൽ വന്ന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ജമാഅത്തായി നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇമാമത്തായിട്ട് ഇവിടെ നിന്ന് ഫർദ് നിസ്കരിച്ചു. എനിക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള സ്ഥലം ഏതാ? ആ കാണുന്ന റൂം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, പരസ്യമായി നമസ്കരിക്കണം, ജമാഅത്തായുള്ള നമസ്കാരം, സുന്നത്ത് നമസ്കാരം അത് രഹസ്യമാണ്. അത് നിന്റെ റൂമിലിരുന്ന് നിന്റെ വീട്ടിൽ നിസ്കരിക്കേണ്ടതാണ്. അതിന് വലിയ പ്രതിഫലമാണ്, അതിന് വലിയ പ്രതിഫലമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നത് പള്ളിയിൽ വന്നല്ല, സുബഹിക്ക് മുമ്പേ വന്ന് നീ പള്ളിക്കകത്ത് വന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ നീ അത് വീട്ടിൽ നിന്റെ ഭാര്യ പോലും അറിയാതെ, ഒറ്റയ്ക്ക് അവളെ വിളിക്കാതെ,
നീ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 3 മണിക്ക് ആരും അറിയാതെ നീ എഴുന്നേറ്റ് നിന്റെ ഭാര്യയോട് പോലും പറയാതെ, അവള് കിടന്നുറക്കമാണ്, അവളെ വിളിച്ചുണർത്തിയിട്ടില്ല, നീ അതാ അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോയി തണുത്ത വെള്ളത്തിൽ ഉതുവെടുത്തിട്ട് അവളെ ശല്യം ചെയ്യാതെ ഒറ്റയ്ക്കൊരു മൂലയിൽ പോയിരുന്ന് നീ തഹജ്ജുദ് നിസ്കരിച്ചാ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. എന്നിട്ട് മലക്കുകളോട് പറയുന്നത് കണ്ടോ, സിറാജിനെ കണ്ടോ, അവൻ എന്റെ യഥാർത്ഥ അടിമയാണ്, സുന്ദരിയായ ഭാര്യ അവന്റെ കൂടെ കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, AC റൂമില് സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴില് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് അവളെ വിളിച്ചുണർത്താതെ, അവളെ ശല്യം ചെയ്യാതെ, അവളെ മാറ്റിക്കിടത്തിയിട്ട് എഴുന്നേറ്റ് പോയി രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തുണ്ടല്ലോ, അങ്ങനെ നമസ്കരിക്കുന്നവനെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, എന്റെ അടിമയെ കണ്ടോ, അവൻ എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്നും മലക്കുകളോട് പടച്ചവന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പള്ളിയിൽ വന്ന് ദുഹറും അസറും മഗ്രിബും ഇശായും ഒക്കെ നമസ്കരിക്കാൻ എല്ലാവർക്കും കഴിയും. ഈ പായിപ്പാടുള്ള ഏത് മുസ്ലിമിനും ഈ പള്ളിയിൽ വന്ന് ഫർദ് നമസ്കരിക്കാൻ കഴിയും. പക്ഷേ ഈ പായിപ്പാടുള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. സത്യമല്ലേ? പകല് പള്ളി വന്ന് നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റൂലേ? മുസ്ലിം ആയാൽ ഏത് മുസ്ലിമിനും വന്ന് നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. എന്നാൽ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണ ആരുണ്ട്? എത്ര പേരുണ്ട് തഹജ്ജുദ് നിസ്കരിക്കണവര്? ഇടയത്താഴം കഴിക്കാൻ എഴുന്നേപ്പം നിസ്കരിച്ചത് വേറെ, അത് പോട്ടെ, അത് തിന്നാൻ എഴുന്നേറ്റപ്പം പിന്നെ എന്തായാലും എഴുന്നേറ്റില്ല, ഒരു വെടിക്ക് 2 വെടി അങ്ങനെ. എന്നാൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരുണ്ട്, അത് എല്ലാവർക്കും പറ്റൂല. സ്വന്തം പെണ്ണും പിള്ളയുടെ കൂടെ പുതപ്പിന്റെ കീഴിൽ കിടക്കുമ്പോ അള്ളയാ വലുത്, ആരും അറിയണ്ട, ഭാര്യ പോലും അറിയണ്ട, മിണ്ടാതെ എഴുന്നേറ്റ് നിസ്കരിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഭാര്യയെ വിളിച്ചുണർത്തണ്ടേ? നല്ല കാര്യമല്ലേ? നമ്മൾ വിചാരിക്കുന്ന നല്ല കാര്യമാണെന്ന്. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഭാര്യ അറിയത്തില്ലേ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, ഒരിക്കൽ രാത്രി നോക്കുമ്പോൾ നബിയെ കാണാനില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ദിവസം 9 ഭാര്യമാരുണ്ട്. അപ്പൊ ഓരോ ദിവസം ഓരോ ഭാര്യമാർക്കുള്ളതാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ അടുത്ത് കിടക്കണ ഭർത്താവിനെ കാണാനില്ല. ഭാര്യമാരങ്ങനെ തിരയാറില്ലേപ്പാ? തിരയാറില്ലേ? സ്നേഹമുള്ള ഭാര്യമാര് തിരയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇപ്പത്തെ പെണ്ണുങ്ങൾ തിരയും, കാക്ക അടുത്ത് തന്നെ ഉണ്ടോ, വേറെ കൊണ്ടൊരു പോയി പതിലാടാൻ പോയോ? അങ്ങനെയല്ല. ആയിഷ ബീബി റളിയല്ലാഹു 2 പേര് ചേർന്ന കിടക്കണേ. അപ്പൊ ഇങ്ങനെ തപ്പി നോക്കി ഉറക്കത്തിൽ അല്ലാ മുത്തുനബിയെ കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല ചിന്തിച്ച്, വേറെ ഭാര്യമാരുണ്ട്, അവിടെ കാണാൻ പോയതാണോ? ഇല്ല, അവിടെ നിന്ന് എഴുന്നേറ്റു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കുമ്പോ അള്ളാന്റെ റസൂല് സുജൂദിലിരുന്ന് കിടന്ന് നമസ്കരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. തന്റെ ഭാര്യ പോലും വിളിച്ചുണർത്താതെ രഹസ്യമായിട്ട് അവിടെ ഇബാദത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ട് ചെയ്യുന്ന ഇബാദത്തിന് പ്രതിഫലം കൂടുതലാണ്. എന്തേ നേട്ടമെന്നറിയുമോ? ഭാര്യ വിളിച്ചുണർത്തണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, നീ നിസ്കരിച്ചതിന് ശേഷം നിന്റെ ഭാര്യയെ ചെന്നിട്ട് വിളിച്ചു, ആമിന എഴുന്നേക്ക് പൊന്നുമോളെ, 2 റക്അത്ത് നമസ്കരിക്ക് പൊന്നുമോളെ. അത് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതിന്റെ മഹത്വം നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഏത് ഭർത്താവിനെന്നറിയുമോ? രാവിലെ വെളുപ്പാങ്കാലത്ത് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുകയാണ്. അവിടെ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പോയി ഒളുവെടുത്തു. എന്നിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ ഭാര്യ കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുന്ന സമയത്ത് ഒളുവെടുത്തിട്ട് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന വെള്ളത്തുള്ളികൾ ആ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട്, പെണ്ണെ എഴുന്നേറ്റ് നിസ്കരിക്കു, പെണ്ണെ സുബഹിയുടെ ബാങ്ക് വിളിക്കാൻ സമയമായി, എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ,
നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ട് ഒരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തിനു വേണ്ടി എന്നറിയുമോ? വെറുതെ പറഞ്ഞതല്ല. എനിക്കും അല്ലാഹുവിനെ മാത്രം അറിയുന്ന ഒരു സൽക്കർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബക്കാർക്കും ഈ ലോകത്ത് ഒരു ഇൻസാനും അറിയില്ല. നിനക്കും അല്ലാഹുവിനും മാത്രം അറിയുന്ന ഒരു രഹസ്യം, നിനക്കും അല്ലാഹുവിനും മാത്രം അറിയുന്ന ഒരു രഹസ്യമായ ഇബാദത്ത് നിന്റെ ജീവിതത്തിൽ വേണം. അത് എന്തുമാകട്ടെ, പ്രതിഫലം എന്തെന്നറിയോ? ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ദിവസം ഓതുന്ന സൂറത്തുൽ കഹ്ഫ്, അല്ലാഹുവേ, ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണല്ലോ. ഒരു വെള്ളിയാഴ്ച ആരെങ്കിലും അത് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് യാതൊരു പ്രയാസവുമില്ല. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച കഹ്ഫോത്. നീ കൊറോണ വരുമെന്ന് നീ പേടിക്കണ്ട. അടുത്ത വെള്ളിയാഴ്ച വരെ റബ്ബ് നിന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൂറത്തുൽ കഹ്ഫിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അതിനകത്തൊരു ചരിത്രം കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, 3 ചെറുപ്പക്കാര് 3 മനുഷ്യരുടെ ഒരുമിച്ച് യാത്ര ചെയ്ത 3 ആൾക്കാരുടെ ചരിത്രം സൂറത്തുൽ കഹ്ഫില് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 3 മനുഷ്യരുടെ കഥ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വെറുതെ അല്ല എഴുതി വെച്ചേ. ഈ ഖുർആൻ പറയുന്ന ഈ കഥകൾ വേറെ കഥപുസ്തകമല്ല. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു 3 ആൾക്കാരുടെ കഥ പറയുകയാണ്. ഈ 3 പേരും ഒരുമിച്ച് യാത്രക്കാരാണ്. പടച്ചവനെ, അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോ വല്ലാത്ത മഴയും കാറ്റും, വല്ലാതെ കാലാവസ്ഥ വളരെ വ്യത്യാസമാവുകയാണ്. കാലാവസ്ഥ വല്ലാത്ത വ്യത്യാസമായി. അവര് വൈകുന്നേര സമയമായി. അവസാനം വലിയ യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ 3 പേരും കൂടെ മലയുടെ താഴ്ത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. ആ മലയുടെ സൈഡില് ഒരു ചെറിയ ഗുഹ കാണുകയാണ്. പടച്ചവനെ, ആ ഗുഹയ്ക്കകത്തേക്ക് 3 പേരും കൂടെ കയറി കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, മുകളിൽ നിന്നൊരു പാറ വന്ന് താഴേക്ക് വീഴുകയാണ്. അവിടെ നിന്നൊരു പാറ വന്ന് താഴേക്ക് വീണു. ഇവര് 3 പേരും ഇരിക്കുന്ന ഗുഹയുടെ കവാടം അങ്ങടയുകയാണ്. പടച്ചവനെ, എത്ര നോക്കിയിട്ടും ആ കവാടത്തിൽ നിന്ന് കല്ലു മാറ്റാൻ കഴിയുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടും ആ പാറ മാറ്റാൻ കഴിയുന്നില്ല. ഇനി ഒരു വഴിയുമില്ല. ഇനി അല്ലാഹുവിന്റെ സഹായമല്ലാതെ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായമല്ലാതെ ഈ കൊടുങ്കാറ്റിൽ ഈ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന നമ്മളെ ആര് രക്ഷിക്കാരാ? ആരാ ഈ പാറയൊന്നെടുത്തു മാറ്റി തരുന്നത്? ഒരു വഴിയുമില്ല. 3 പേരും പ്രയാസത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അതിനകത്തൊരു അറിവുള്ള മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മമുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സ്വീകരിച്ചെന്നുറപ്പുള്ള, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മം നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞിട്ട് ദുആ ചെയ്യാ. അവിടെ നിന്ന് 3 പേരും തീരുമാനിക്കുകയാണ്. ഒന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, അതാ ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. റബ്ബേ, എന്നെ കുറിച്ച് നിനക്കറിയാമല്ലോ തമ്പുരാന്. ആ മനുഷ്യന് മാതാപിതാക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാ. തന്റെ മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമാണ്. മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും പോലും ഭക്ഷണം കൊടുക്കൂല. പടച്ചവനെ, ആ മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് പാല് കറക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന് ഏതു ഭക്ഷണം കഴിക്കണമെങ്കിലും ആദ്യം ഉമ്മയ്ക്ക് കൊടുക്കണം. ഉമ്മായിക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കാത്ത മകൻ ഇന്നും അങ്ങനെയുണ്ട് സഹോദര. എത്രയോ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കള് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്ന ഉമ്മയും ബാപ്പയുമുള്ള വീടുകളിലേക്ക് സ്നേഹനിധികളായ മക്കള് കടന്നു ചെല്ലുമ്പോ ആദ്യമായിട്ട് ഭാര്യയോട് ചോദിക്കും, വാപ്പായിക്ക് ഭക്ഷണം കൊടുത്തോ? ഉമ്മായി
ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തോ? ഇല്ലെങ്കിൽ ഉമ്മാടെ റൂമിൽ പോയിരുന്നിട്ട് ചോദിക്കും, ഉമ്മ ഭക്ഷണം കഴിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമുള്ള മക്കളെങ്ങനാട് കഴിച്ചില്ലെന്ന് പറഞ്ഞ മോനെ നീ വരട്ടടാ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ. സ്വന്തം ഭാര്യ പോലും നമ്മളെ എങ്ങനെ കാത്തിരിക്കാറില്ല. എന്നാ വാപ്പയും ഉമ്മയും പ്രായമുള്ളവർ മോനെ നീ വരട്ടെ എന്ന് കരുതിയിരിക്കുകയാണ്. അവസാന ഭക്ഷണവും എടുത്തുകൊണ്ട് മാതാപിതാക്കളുടെ ചാരത്ത് ചെന്ന് ഉമ്മാടെ വായിലേക്ക് പടച്ചവനെ മോൻ വാരി വെച്ച് കൊടുക്കുന്നു, മോന്റെ വായിലേക്ക് ഉമ്മ വെച്ച് കൊടുക്കുന്നു. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്റെ മാതാവിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പടച്ചവര്. നിനക്കറിയാമല്ലോ അല്ലാ, നിനക്കറിയാമല്ലോ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഉമ്മായിക്ക് പാലെന്തുണ്ടെങ്കിലും അവിടെ നിന്ന് പാല് കറന്നിട്ട് ആ പാല് ആദ്യം ഉമ്മായിക്ക് കുടിക്കാൻ കൊടുക്കും, എന്നിട്ടേ ഭാര്യക്കും മക്കൾക്കും ഈ മനുഷ്യൻ കൊടുക്കാറുള്ളൂ. പടച്ചവനെ, ഒരു ദിവസം വിറക് ശേഖരിക്കാൻ പോയി, തിരിച്ചു വന്നപ്പോഴേക്ക് സമയം ഒരുപാട് താമസിച്ചു പോയി. വിറകുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഓടിച്ചെന്നിട്ട് പാല് കറന്നു. അവിടെ നിന്ന് പാല് ചൂടാക്കിയിട്ട് ഉമ്മാടെ മുന്നിൽ വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും മോൻ കൊടുക്കുന്ന പാല് കുടിച്ചിട്ടാ ഉമ്മ കിടന്ന് ഉറങ്ങാറ്. ആ മനുഷ്യനതാ പാലും എടുത്തുകൊണ്ട് ഉമ്മാടെ മുന്നിലേക്ക് വരുമ്പോ ഉമ്മ ഉറങ്ങിപ്പോയി, ഉമ്മ കിടന്നുറങ്ങിപ്പോയി. ആ മനുഷ്യന്റെ കണ്ണുകൾ നിറയുകയാണ്. റബ്ബേ, എന്റെ ഉമ്മ പട്ടിണി കിടന്നുറങ്ങിയല്ലോ. പടച്ചവനെ, ഉമ്മാനെ പോയി വിളിച്ചില്ല. ഉറങ്ങുന്ന ഉമ്മാനെ ശല്യം ചെയ്യാൻ, ഉറങ്ങുന്ന ഉമ്മാനെ എങ്ങനെ വിളിച്ചുണർത്താനാ? ഈ മനുഷ്യനതാ ഉമ്മാനെ വിളിച്ചുണർത്താതെ ആ പാലും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ പിഞ്ചു മക്കളുണ്ടല്ലോ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ കാലിൽ പിടിച്ചു കിടന്ന് കരയുകയാ. സ്വന്തം മക്കള് ആ മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് കരയുകയാ. വിശന്നിട്ട് ഉമ്മാക്ക് കൊടുക്കാതെ മക്കൾക്കും കൊടുക്കൂല. ആ മനുഷ്യൻ അതേ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, വെറുതെ പറഞ്ഞതല്ല. ഈ മനുഷ്യന്റെ ഭാര്യയും മക്കളും പട്ടിണിയാണ്. പിഞ്ചുമക്കള് പോലും കാൽച്ചുവട്ടിൽ കിടന്ന് വിശന്ന് കരഞ്ഞപ്പോ പോലും കൊടുത്തില്ല. കാരണം എന്ന് ഉമ്മ കുടിച്ചതിന് ബാക്കിയല്ലേ കുടിക്കാറുള്ളത്. അവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവ് ഉണരുന്നത് വരെ, ഉമ്മ ഉണരുന്നത് വരെ ഞാനോ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും സഹോദരാ? ഒന്നുകിൽ കിടന്നുറങ്ങുന്ന ഉമ്മാനെ വിളിച്ചുണർത്തിയിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഉമ്മ ഉറങ്ങിയില്ലേ ഭാര്യക്കും മക്കൾക്കും കൊടുക്കും. ആ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ല. ആ പാലും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മാതാവ് ഉണർന്നപ്പോ ഓടിച്ചെന്ന് തന്റെ ഉമ്മയ്ക്ക് കുടിക്കാൻ പാല് കൊടുത്തു. എന്നിട്ടാണ് തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്തത്. ഈ മനുഷ്യനാ ഗുഹയ്ക്കകത്തിരുന്നിട്ട് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ, ഇത് നിനക്കറിയുന്ന രഹസ്യമാണല്ലോ. പടച്ചവനെ, ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണല്ലോ. അല്ലാഹുവേ, ഇതിനകത്ത് നിന്നൊന്ന് രക്ഷപ്പെടുത്തുന്നതാ. ഈ മനുഷ്യനവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ എത്ര പരിശ്രമിച്ചിട്ടും മാറാത്ത പാറയുണ്ടല്ലോ, അവിടെ നിന്ന് നനങ്ങുകയാണ്, അവിടെ നിന്ന് പാറയും നനങ്ങുകയാണ്. പക്ഷേ ഒരാൾക്കും വെളിയിലേക്ക് പോകാൻ കഴിയില്ല. പാറ കുറച്ചു മാറി ഒരാൾക്കും ഇറങ്ങാൻ കഴിയില്ല. ഈ മനുഷ്യൻ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ പാറ അവിടെ നിന്ന് നീങ്ങുകയാണ്. രണ്ടാമത്തെ മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിച്ചു, റബ്ബേ, ഞാൻ എന്തേ ദുആ ചെയ്യേണ്ടത്? അവസാനം ആ മനുഷ്യൻ അവിടെ നിന്ന് ഒരു അമല് കണ്ടെത്തി, ഒരു രഹസ്യമായിട്ടുള്ള ഒരു അമല് കണ്ടെത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ആ മനുഷ്യൻ ഒരു വലിയ സമ്പന്നനായിരുന്നു. ആ മനുഷ്യൻ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. എല്ലാവരും ജോലി ചെയ്തു. പക്ഷേ ഒരേ ഒരു മനുഷ്യൻ മാത്രം ശമ്പളം വാങ്ങിയില്ല. ജോലി ചെയ്യാൻ ആളുണ്ടായിരുന്നു,
തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവസാന ശമ്പളം എടുത്തു കൊടുക്കാൻ സമയമായപ്പോ ആ മനുഷ്യൻ ശമ്പളം വാങ്ങാതെ പോയി. ഈ മനുഷ്യനുണ്ടല്ലോ ഈ സമ്പാദ്യം അവിടെ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ കാണാതെ വന്നപ്പോ തന്റെ കച്ചവടത്തിലേക്ക് അതാ ആ വച്ചിരുന്ന ശമ്പളം എടുത്തിടുകയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്തു, ഒരുപാട് സമ്പത്തായി, ഒരുപാട് പണമായി. ഒരു ദിവസം യാദർശികമായി തന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, അബ്ദുല്ലാ എന്റെ ശമ്പളം തരുവോ? ഞാനെന്ന് ചെയ്ത ജോലിയുടെ ശമ്പളം തരുവോ? ആ മനുഷ്യൻ പറയുന്നു, ആ മലഞ്ചെരുവിൽ നിൽക്കുന്ന മൃഗങ്ങൾ കണ്ടോ, ഇത് മുഴുവനും നിന്റെ ശമ്പളമാണ്, പോയി എടുത്തുകൊള്ളുക. ഈ മനുഷ്യൻ പോലും ചോദിക്കുന്നു, അബ്ദുല്ലാ നീ എന്നെ പരിഹസിക്കുകയാണോ? നീ എന്നെ കളിയാക്കുകയാണോ? എന്റെ ചെറിയ ശമ്പളം ചോദിച്ചപ്പോ ഈ കാണുന്ന പശുവും ഒട്ടകവും ആടല്ല എന്റേതാണെന്ന് നീ പറയുന്നല്ലോ, എന്നെ പരിഹസിക്കുകയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലുമില്ല, നിന്റെ ശമ്പളം ഞാനിവിടെ മാറ്റിവെച്ചിരുന്നു. നിന്നെ കാണാതെ വന്നപ്പോ അത് ഞാൻ എന്റെ കച്ചവടത്തിൽ ബിസിനസ്സിലേക്ക് ഇട്ടു. അതിൽ നിന്നുണ്ടായ ലാഭമാണ്. ഇതൊക്കെ നിന്റെ പൈസയിൽ നിന്നുണ്ടായ ലാഭമാണ്. ഇത് മുഴുവനും നിനക്കുള്ളതാണ്. ഇത് മുഴുവനും നിനക്കുള്ളതാണ്. പടച്ചവനെ ആടും ഒട്ടകവും എല്ലാം അവസാനം ആ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. റബ്ബേ, ഈ മനുഷ്യൻ ഗുഹയ്ക്കകത്തിരുന്നു പറയുന്നു, നാഥാ ഇതെല്ലാം പടച്ചവനെ നിനക്കറിയുന്ന കാര്യമാണ്. നിന്റെ തൃപ്തി കരുതിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് സ്വീകരിച്ചെങ്കിൽ ഈ ഗുഹയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ കല്ല് നീ മാറ്റിത്തരണേ അല്ലാ. രണ്ടാമത്തെ മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ പാറ കുറച്ചുകൂടെ അങ്ങോട്ട് മാറുകയാണ്. പക്ഷേ ഒരാൾക്കും വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. രണ്ടുപേരും അവസരം കഴിഞ്ഞു. മൂന്നാമത്തെ ചെറുപ്പക്കാരനുണ്ടല്ലോ അവിടെ നിന്ന് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുകയാ, അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരന്റെ കുടുംബത്തില് തന്റെ പിതൃവ്യ പുത്രിയായ ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. തന്റെ കുടുംബത്തിലെ തന്നെ ഒരു അകന്ന ബന്ധു, ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എങ്ങനെയെങ്കിലും അവളുമായി ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് വഴികൾ നോക്കി, എല്ലാം പരാജയപ്പെട്ടു. കാരണം ആ പെണ്ണിന് അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. അവസാനം ഒരു ദിവസം ആ പെണ്ണിനൽപ്പം പൈസയുടെ ആവശ്യം വന്നു. അല്പം പൈസയുടെ ആവശ്യം വന്നു. ഇവൻ 20 ദിർഹമോളം ആ പെണ്ണിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പൈസ വേണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടാൻ നീ സമ്മതിക്കണം. അവസാനം ഒരു ഗതിയില്ലാതെ വന്നപ്പോ, വേറെ ഒരു വഴിയില്ലാതെ വന്നപ്പോ തന്റെ കുടുംബത്തിലെ ചെറുപ്പക്കാരന്റെ മുന്നിൽ അവിടെ നിന്ന് മനസ്സോട് അവിടെ നിന്ന് സമ്മതം കൊടുക്കുകയാണ്. ആരും കാണാതെ, ആരും അറിയാതെ പടച്ചവനെ ഒരുക്കി വെച്ചിരിക്കുന്ന റൂമിന്റെ അകത്ത് ഈ സുന്ദരിയായ പെണ്ണിന്റെ 2 കാൽമുട്ടുകളുടെ മുന്നിൽ പോയിരിക്കുമ്പോ ആ പെണ്ണവനോട് ചോദിക്കുകയാ, ഗതിയില്ലാത്തത് കൊണ്ടാ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ നിന്റെ കുടുംബക്കാരിയാണ്, നീ എന്ത് ചെയ്താലും എനിക്കിഷ്ടമില്ലാതെയാണ് ചെയ്യുന്നത്. എനിക്കല്ലാഹനെ പേടിയാ. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നീ എന്തിനാ പേടിക്കുന്നത്? പെണ്ണെ, ഞാനും നീയുമല്ലാതെ ആരുമില്ലല്ലോ, ഞാനും നീയുമല്ലാതെ ഇതിനകത്ത് വേറെ ഒരാളുമില്ലല്ലോ. എന്തിനാ നീ ഭയപ്പെടുന്നത്? ഒരാളും കാണില്ലല്ലോ. പെണ്ണ് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുമല്ലോ. ഈ ചിന്തയാ നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയത്. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. ഈ ദിക്ർ വെറുതെ ഉള്ള ദിക്റല്ല സഹോദരാ. ഇത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, രക്ഷ
രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ദിക്റാണ് ഇത്. ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ട ഒരു ദിക്റാണ്. അല്ലാഹുവേ, സുന്ദരിയായ പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ ഒരു ചെറുപ്പക്കാർ അവിടെ നിന്ന് വ്യഭിചരിക്കാൻ വന്നിരിക്കുമ്പോ അവനോട് പറയുന്നു, എടാ ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാഹുവിനെ പേടിയാ, നിനക്കല്ലാഹുവിനെ പേടിയില്ലേ? ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുമല്ലോ. ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞു പോയി. പൈസ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതവർക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. ചെറുപ്പക്കാരൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, ഇത് നിനക്കറിയുമല്ലോ റബ്ബേ, രക്ഷപ്പെടുത്തണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ അതാ അടഞ്ഞിരുന്ന കവാടത്തിൽ അടഞ്ഞിരുന്ന പാറക്കഷ്ടം അവിടുന്ന് മാറിയെന്ന ചരിത്രം പറയുമ്പോ, ഇതെങ്ങനെ മാറി മോന്, ഇതെങ്ങനെ മാറി വാപ്പാ? എന്റെ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. ആരും എടുത്തു മാറ്റിയതല്ല. അവര് രഹസ്യമായി തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം, അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യം, അത് റബ്ബിന്റെ മുന്നിൽ വെച്ച് ദുആ ചെയ്തപ്പോ ആ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുത്തതെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു രഹസ്യം, നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യം, അതൊരു ദിക്റാകട്ടെ, ഒരു സദഖയാകട്ടെ, 2 റക്അത്ത് നിസ്കാരമാകട്ടെ, പരിശുദ്ധ ഖുർആൻ ഓതലാകട്ടെ, ഏതെങ്കിലും ഒരു രഹസ്യമായ സൽക്കർമ്മം നിനക്കുണ്ടോ എങ്കിൽ നീ അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, നിനക്ക് രോഗങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അല്ലാഹുവോട് പറയണം, അല്ലാഹ്, പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എന്റെ ഭാര്യയുടെ ചാരത്ത് കിടക്കുമ്പോ എന്റെ ഭാര്യ പോലും അറിയാതെ എഴുന്നേറ്റ് 2 റക്അത്ത് നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നവനാണ് റബ്ബേ. അല്ലാഹുവേ, അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും എന്റെ രോഗം മാറ്റിത്താ അല്ലാ, എന്റെ പ്രയാസം മാറ്റിത്താ അല്ലാ, എന്റെ കടം മാറ്റിത്താ അല്ലാ, എനിക്ക് നിന്റെ സ്വർഗം താ അല്ലാ എന്ന് ദുആ ചെയ്യാൻ കഴിയും സഹോദരാ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, ഇബ്ലീസിന് വല്ലാത്ത കോപമുണ്ടാക്കുന്ന കാര്യം പരസ്യമായിട്ടുള്ള അമലല്ല, രഹസ്യമായിട്ടുള്ള അമല് ഇബ്ലീസിന് വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അല്ലാഹുവിനും നമുക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യമുണ്ടെങ്കിൽ അതൊരു വലിയ ആയുധമാണ്. ചില സമയങ്ങളിൽ ജീവിതത്തിന്റെ വലിയ പ്രയാസങ്ങളുടെ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്ത ഈ ഒരു നന്മ വെച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. അല്ലാതെ നാട്ടുകാരും ജനങ്ങളും കാണാനും അങ്ങനല്ല. രഹസ്യമായിട്ടൊരു എന്തെങ്കിലും ഒരു അമല് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നീയത്തീയല്ലേ, എന്തെന്ന് നീ തീരുമാനിക്കും. അതെന്ത് വേണം, സലാത്തോ ദിക്റോ സുബ്ഹാനല്ലാഹോ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നീയോ അല്ലാഹു അറിഞ്ഞാൽ മതി. സ്വന്തം പെണ്ണും പിള്ളയോ മക്കളോ ആരും അറിയരുത്. അള്ളാഹു മാത്രം അറിയുന്ന ഒരു ഇബാദത്ത് എന്തെങ്കിലും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യല്ലേ. വേണമെങ്കിൽ രക്ഷപ്പെടാൻ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് അള്ളാഹിനോട് പറഞ്ഞാൽ മതി. അപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ പറയും, പടച്ചോനെ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ എത്രയോ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, പള്ളികൾക്ക് മദ്രസകൾക്ക് വേണ്ടി പടച്ചോനെ നീ സ്വീകരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊരു വലിയ പ്രതിഫലമാണ്. അങ്ങനെ വേണം ചെയ്യാൻ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഞാൻ പാപത്തിൽ പെട്ടുപോകുന്നു ഉസ്താദെ, എത്ര നന്നാകണമെന്ന് വിചാരിച്ചിട്ടും പറ്റുന്നില്ല. ഈ ദിക്ർ പഠിച്ചാൽ മതി. അല്ലാഹു ഹാദിരി. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? എന്താ ഇതിന്റെ അർത്ഥം? എടാ, ഒരു സുന്ദരിയായ ഈ പായിപ്പാട്ടിലെ ഏറ്റവും 16 വയസ്സല്ലെങ്കിൽ 18 വയസ്സ് പ്രായപൂർത്തിയായതാവട്ടെ, ഒരു 18 വയസ്സുള്ള സുന്ദരിയായ പെണ്ണ് നിന്റെ മുന്നിൽ വന്നിട്ട് ആരുമില്ലാതെ വന്നിട്ട് പറയാ, വാടാ, ഒന്നും വേണ്ട, വാ, ഒരു പ്രശ്നമില്ല, വാ, കേസില്ല, പരാതിയില്ല, ഒന്നുമില്ല, വാ, എൻ്റെ ആഗ്രഹം ഒന്ന് സഹായിച്ചെന്നിട്ട് പോടാ. ആ സമയത്ത് നീ ഇങ്ങനെ ചിന്തിക്കണം, അല്ലാഹു ഹാദിരി, അല്ലാഹ് ഹാദിറ, പടച്ചോനാ, അല്ലാഹ് കണ്ടുകൊണ്ടിരിക്ക. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അല്ലാഹു ആണ് സാക്ഷി, അല്ലാഹു എല്ലാം കാണുന്നുണ്ട്. നാളെ റബ്ബിന്റെ മുന്നിൽ പറയണ ഈ ദിക്ർ ഓർമ്മ വന്നാ ചെയ്യൂടാ.
ഈ ദിക്ർ ഓർമ്മ വന്നാൽ ഞാനാ നിങ്ങൾ ചെയ്യോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന രഹസ്യമായിട്ടുള്ള ഒരു അമല് അത് ഏതുമാകട്ടെ. ഒരു മഹാനിന്റെ ചരിത്രം, ബസ്രയിലുള്ള ഒരു മഹാൻ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുകയാണ്. ഒരു യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. രാത്രി സമയം നോക്കുമ്പോൾ ആരും കാണാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകും. എല്ലാവരും യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിടക്കുക. ഇപ്പൊ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകുന്നു. എവിടെ പോവാ? ഈ ചെറുപ്പക്കാരൻ നോക്കാം. ഈ ചെറുപ്പക്കാരൻ പുറകെ പോയി നോക്കും. ഇദ്ദേഹം എവിടെ പോകുന്നു? ആരും കാണാതെ പോയി 2 മരത്തിന്റെ ചുവട്ടിൽ പോയി പതുങ്ങിയിരുന്നിട്ട് നിസ്കരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രികാലമായാൽ യാത്രയാണ്. ഇവര് ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന യാത്ര. എല്ലാ രാത്രിയും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മരത്തിന്റെ ചുവട്ടിൽ ആരും കാണാതെ ഒരു ഭാഗത്ത് പോയി ഇരുന്നിട്ട് ഇബാദത്ത. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ചെറുപ്പക്കാരെങ്ങനെ നോക്കുക? സുബഹി വരെ ഇബാദത്ത്. രാവിലെ എഴുന്നേറ്റ് ആരും അറിയാത്തതുപോലെ കൂടെ പോവാ. അങ്ങനെ ഈ ചെറുപ്പക്കാരെങ്ങനെ നോക്കുമ്പോ 1 ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം കഴിഞ്ഞു. അല്ലാഹുവേ, 3ാമത്തെ ദിവസമായപ്പോൾ ഈ മനുഷ്യന് കാണുന്നില്ല. ഈ ചെറുപ്പക്കാരൻ നോക്കുന്നത്, ഈ മഹാന് അവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ, ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ദുആ ചെയ്തു. ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ദുആ ചെയ്തു. 2 നീ ഉത്തരം നൽകിയുള്ളൂ. 1 കൂടെ എനിക്ക് തരണേ അല്ലാ. സുജൂദിൽ കിടന്ന് കരയുകയാ. നിന്നോട് ഞാൻ 3 കാര്യങ്ങൾ ചോദിച്ചു, എനിക്ക് 2 തന്നു, 1 തന്നില്ലല്ലോ അല്ലാ. എനിക്ക് അതുകൂടെ തരണേ നാഥാ എന്ന് പറഞ്ഞ് പാതിരാത്രി മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം അവിടുന്ന് സുബഹിന്റെ സമയമായി എഴുന്നേറ്റ് തിരിയുമ്പോ ആ മഹാനീ ചെറുപ്പക്കാരനെ കാണുകയാണ്. പടച്ചവനെ, വല്ലാത്ത പ്രയാസമായി. ഞാൻ രഹസ്യമായിട്ട് ചെയ്യുന്ന നിസ്കാരം ഈ ചെറുപ്പക്കാരൻ കണ്ടല്ലോ. അവിടുന്ന് വല്ലാത്ത കരച്ചലാണ്, വല്ലാത്ത പ്രയാസമാണ്. എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആരോടും പറയാൻ പാടില്ല. ഈ രഹസ്യമായിട്ട് ചെയ്ത കാര്യം നീ ഒരാളോടും പറയാൻ പാടില്ല. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറയും, ഞാൻ എല്ലാവരോടും പറയും. പറയാതിരിക്കണമെങ്കിൽ ആ 3 കാര്യം ഏതാണെന്ന് എന്നോട് പറഞ്ഞതാ. നിങ്ങൾ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണെന്ന് ഞാൻ കൂടെയുള്ളവരോട് മുഴുവനും പറഞ്ഞു കൊടുക്കും. പറയാതിരിക്കണമെങ്കിൽ ചോദിച്ചിട്ട് കിട്ടിയ 2 കാര്യം എന്താണ്? കിട്ടാത്ത ഒരു കാര്യം എന്താണ്? അല്ലാഹുവേ, അവസാനം ഒരു വഴിയില്ലാതെ വന്നപ്പോ ആ മഹാനവിടന്ന് പറഞ്ഞു കൊടുക്കുകയാ. ആ മഹാനവിടന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ അല്ലാഹുവോട് 1ാമതായി ദുആ ചെയ്ത കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിൽ നിന്നെയല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അല്ലാ. ഈ ലോകത്ത് നിന്നോട് മാത്രമേ എനിക്ക് പേടിയുള്ളൂ, നിന്നെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനെയോ ഒരു ഗുണ്ടാതലവനെയോ, മനുഷ്യനാകട്ടെ, നാൽക്കാലികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, ഒന്നിനോടും എനിക്ക് ഭയമില്ലാതാകണം. എനിക്കാകെ പേടിയുള്ളത് നിന്നെയാ. അങ്ങനെയുള്ള ഒരു ധൈര്യം എനിക്ക് തരണേ തമ്പുരാന്. എനിക്ക് അങ്ങനെയുള്ള ഒരു മനസ്സ് തരണേ തമ്പുരാന്. ഈ പ്രപഞ്ചത്തിൽ ആ മനുഷ്യൻ അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ, വേറെ ഒരു വസ്തുവിനെയും ആ മനുഷ്യന് പേടിയില്ല. ആ മനുഷ്യന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടായി. 2ാമതായി ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, പൊന്നുമോനെ, ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ? നാഥാ, ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപമുണ്ട്. അല്ലാഹുവേ, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ, അന്യ പെണ്ണുങ്ങളെ കാണുമ്പോ മനസ്സിന്റെ ഉള്ളിൽ പല ചിന്തകളും കടന്നു വരുന്നു. അല്ലാ, എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് മോശമായ ചിന്ത കടന്നു വരുന്നു. ഒരു പെണ്ണിനെ കണ്ടാലും എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോഴല്ലാതെ വേറെ ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ എനിക്ക് വികാരമുണ്ടാകുന്ന ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വരല്ലേ അല്ലാ.
എന്തൊരു ദുആയാ സഹോദരാ, എന്തൊരു ദുആയാ സഹോദരാ. സ്വന്തം ഭാര്യയല്ലാതെ വേറെ ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും മരക്കുറ്റിയിൽ നോക്കുന്നത് പോലെയാ ആ മനുഷ്യന്റെ മനസ്സിലൊരു വികാരമില്ല. സ്വന്തം ഭാര്യയെ കൊണ്ട് സ്വന്തം ഭാര്യയെ നോക്കുമ്പോഴേ ആഗ്രഹമുള്ളൂ. അല്ലാഹു ഹലാലാക്കി തന്ന ഭാര്യ, അവളെ നോക്കുമ്പോഴേ മനസ്സിലൊരു സമാധാനമുള്ളൂ, അവളെ കാണുമ്പോഴേ എന്തെങ്കിലും തോന്നാറുള്ളൂ. അല്ലാതെ ലോകത്തുള്ള ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലൊരു ചിന്തയില്ല, അതൊരു പെണ്ണാണെന്ന് പോലും ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നില്ല. ആ ദുആയും അല്ലാഹു സ്വീകരിച്ചു. മോനെ, എത്രയോ കാലമായി ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? ചോദിച്ചിട്ട് റബ്ബ് എനിക്ക് ഇതുവരെ നൽകിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് അല്ലാഹു എനിക്ക് ഇതുവരെ നൽകിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ, രാത്രി ഉറക്കമൊഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മുഴുവനും ഇബാദത്ത് ചെയ്താ പകല് വലിയ ക്ഷീണവാദം പുരാറ്. പകൽ ഇബാദത്തുകൾ കൂടുതൽ ചെയ്താൽ രാത്രിയിൽ വല്ലാത്ത ക്ഷീണമാണല്ലാ. അതുകൊണ്ട് നാഥാ, നിന്റെ മലക്കുകൾ രാവും പകലും ഇബാദത്ത് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരവസരം എനിക്ക് തരണേ അല്ലാ. എനിക്ക് പകല് മുഴുവനും ഇബാദത്ത് ചെയ്യണം, എനിക്ക് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവേ, എനിക്ക് മടി വരരുത്, ക്ഷീണം വരരുത്. എന്നെ മലക്കുകളെ പോലെ എന്നെ ആക്കണേ തമ്പുരാനെ. ഇതാണ് ഞാൻ റബ്ബിനോട് ചോദിച്ചിട്ട് എനിക്ക് അല്ലാഹു തരാത്തത്. ചെറുപ്പക്കാരൻ പറയുന്ന സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ എന്തേ വേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, അതാകണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറയാൻ ഒരു രഹസ്യമായ അമലുണ്ടാകണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താൻ എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ കണ്ടപ്പോൾ കരഞ്ഞോണ്ട് പറയുക, ആരോടും പറയരുത്. നമ്മളാണെങ്കിൽ പറയും പത്രത്തിൽ എഴുതിക്കൊള്ളാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ അല്ലേ? എന്താടാ രാവിലെ അൻസാരിയണ്ണൻ രാവിലെ പള്ളിയിൽ വരുമ്പോൾ മുഖം ഒന്ന് വാടിയിരിക്കുക. ഷാജി അണ്ണൻ ചോദിച്ചു, എന്താ പറ്റി? ഓഹ്, ഇന്നലെ രാത്രിയൊക്കെ ഖുർആൻ ഓതലും നോമ്പ് നിസ്കാരമൊക്കെ ആയിരുന്നിപ്പാ, അതുകൊണ്ടാ. ഇല്ലേ ഇല്ലേ പാ, അങ്ങനെ വിചാരിക്കണ്ടട്ടാ. നമ്മള് പറയാറുണ്ടല്ലോ, എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, രാത്രിയൊക്കെ ഇപ്പൊ പറയും വയലൊക്കെ കേട്ടിട്ട് കടന്നപ്പം 12 മണിയായി. പിന്നെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. പിന്നെ ഈ സുബഹി വരെ ഉറക്കമില്ല, ഖുർആൻ ഓതലും ദിക്കറും, ഇശ്റാഖ് വരെ പള്ളിക്കകത്തിരുന്ന് ദിക്കറ്, വയ്യ ക്ഷീണം. എന്തെല്ലാം അമല് നാട്ടുകാരറിഞ്ഞു. പത്രത്തി അടിക്കുന്നതിനേക്കാളും നല്ലത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാ, സുന്നത്ത് നോമ്പ്. ഒരെണ്ണം പോലും വിടത്തില്ല. എത്രയോ വർഷമായി. ഞാൻ 3 ഹജ്ജിന് പോയിട്ടുണ്ട്. 92, 99, 2018 ഇല്ലേ? 3 ഹജ്ജ്. ഇൻഷാ അല്ലാഹ് ഇനിയും പോകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം പറയണം, എല്ലാം പറയാ. പത്രത്തി അടിക്കണ പോലെ നമ്മുടെയൊക്കെ ഇബാദത്ത് എങ്ങനെ? നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ, ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ. എല്ലാം നിനക്കാ അല്ലാഹ്, എല്ലാം നിനക്കാ അല്ലാഹ്, സർവ്വതും നിനക്കാ അല്ലാഹ്. പടച്ചോനെ കൈകെട്ടുമ്പോൾ പറയാ, നീയാണ് എൻ്റെ റബ്ബ്, നീയാണ് എൻ്റെ റബ്ബല്ല, എൻ്റെ സർവ്വതും നിനക്കാ. നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കമ്മിറ്റിക്കാരന്മാർ ഭയങ്കര സാധനമാടാ തിന്നിട്ട് ഇറങ്ങി പോകുന്നവരാ നമ്മൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തം ഭാര്യ, ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചോനെ, എനിക്ക് എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പഠിച്ചു വെച്ചോ. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ദുശീലമാണ് മറ്റുള്ള നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും നമുക്കതറിയില്ല. എന്നാൽ അടുത്ത വീട്ടിലെ അബൂബക്കറിന്റെ പെണ്ണുമ്പിള്ളയെ കാണുമ്പോൾ എന്തൊക്കെയായില്ലേ? സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ഒരാണിനും അറിയില്ല. എന്നാൽ അയൽവാസി ഇവിടെ സ്വന്തം പെണ്ണും നമ്മളത് ചോദിക്കാറുണ്ട്, ഒരു പഴഞ്ചൊല്ല് തന്നെ ചോദിക്കാറുണ്ട്. എന്താപ്പാ ഒരു പഴഞ്ചൊല്ല് തന്നെ? വീട്ടിൽ എന്തോ വെച്ചിട്ട് എന്തോ ചോദിക്കാറുണ്ട്, എന്തോ ഓർമ്മ വരണില്ല. നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നമുക്കറിയില്ല. നമ്മളെന്ത് വല്ലവന്റെ അപ്പുറത്തവന്റെ പെണ്ണുമ്പിള്ള അവിടെ നിന്ന് എന്താ ഇല്ല ഇങ്ങനെ നോക്കി ചിരിയ കളിയൊക്കെ. സ്വന്തം ഭാര്യയുടെ ഗ്ലാമർ അറിയണമെങ്കിൽ അടുത്തവന്റെ വീട്ടിൽ പോയി നിന്ന് ഇക്കരയിലോട്ട് നോക്കണം, അപ്പോൾ അറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ പോയി മതിലിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇക്കരയിലോട്ട് നോക്കണം, അപ്പം അറിയാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ
ലോകത്തുള്ള വേറെ ഏത് പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാലും നമുക്കൊന്നും തോന്നൂല. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൾ എൻ്റെ ഭാര്യയാണ് എന്ന് തോന്നണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ലോകത്തുള്ള ഇനി ഐശ്വര്യറായാകട്ടെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാലും നമുക്കൊന്നും തോന്നൂല. അതെന്തോ ഒരു മരക്കഷ്ണം അവിടെ നിൽക്കണ പോലെ, ഒരു റബ്ബർ നിൽക്കണമായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയാലോ അതൊരു നല്ല ചന്ദനമായിട്ട് തന്നെ തോന്നും. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനെ ആകണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ചെയ്യോ? ഇൻഷാ അല്ലാഹ്ക്ക് പവറില്ല, അതുകൊണ്ട് വേണ്ട. ചില കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച ഉടനെ ചെയ്തോണം. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഒരു സഹാബി പറഞ്ഞു, നബിയെ നിനക്ക് സ്വർഗം വേണം. സ്വർഗം വേണം. ശരി, നിനക്ക് അല്ലാഹു സ്വർഗം തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരാൾ വന്നിട്ട്, നബി എനിക്കിവിടെ ആ ചങ്ങാതി കൊണ്ടുപോയെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞു? ചില സമയം അങ്ങനെ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തോണ്ട് പറഞ്ഞു, നബിയെ നിനക്ക് സ്വർഗം കിട്ടാൻ ദുആ ചെയ്യും, അല്ലാഹു നിനക്ക് സ്വർഗം നൽകട്ടെ. പഠിച്ചോൻ ദുആ ചെയ്തു അല്ലേ? ഇത് കേട്ടപ്പോൾ അപ്പുറത്തിരുന്നൊരു സഹാബി ഓടി വന്നിട്ട്, നബി എനിക്കൂടെ ദുആ ചെയ്യും. ആ ചങ്ങാതി കൊണ്ടുപോയി സ്വർഗം. കഴിഞ്ഞു, പൊക്കോ, അസ്സലാമു അലൈക്കും തന്നെ. ആ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞേനെ. ആ ഇൻഷാ അല്ലാഹ് പറയാൻ മടിച്ചത് കൊണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. നബി ഇത്രയും വലിയ, അള്ളാഹു നമുക്കറിയാം അള്ളാഹു എത്ര വലിയ പദവി കൊടുത്തു. ഈ പദവി എല്ലാം കൊടുത്തിട്ട് സ്വർഗം തുറക്കുന്നത് പോലും മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അങ്ങനെ ആയിരുന്നിട്ട് പോലും ആ പ്രവാചകൻ കാല് നീര് കെട്ടുന്ന രീതിയിൽ അവിടുന്ന് ശുക്ർ ചെയ്തു, അള്ളാഹിനോട് നന്ദി രേഖപ്പെടുത്തി. ആ ചെയ്തതിൻ്റെ 4 അംശമെങ്കിലും ആ മുത്തുനബി കിടക്കണ സ്വർഗമാണ് ഞാനും ചോദിക്കുന്നത്, നിങ്ങളും ചോദിക്കുന്നത്. എങ്ങനെ പോകാനാ? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സുണ്ടാകണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനോട് മഹബത്തുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ജീവിതം പിൻപറ്റണം. അതാ സ്നേഹം, അല്ലാതെ ഇതൊന്നുമല്ല. പ്രവാചകനോടുള്ള യഥാർത്ഥ മഹബത്ത് എന്ന് പറഞ്ഞാൽ, ആ പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് പറയൽ മാത്രമല്ല, മദ്ഹു പറയൽ മാത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജീവിതം ഇട്ട് പിൻപറ്റണം. ആ പ്രവാചകനാകണം വലുത്. ആ വെറുതെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണോ സഹാബത്ത് സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആമിനു കമാ ആമനൻ നാസ്, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു സ്വഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ സ്നേഹിക്കുമ്പോഴാ ആ പ്രവാചകനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ കടന്നു വരിക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ കാണാൻ ഒരു ദിവസം പോയി. പനി പിടിച്ച് കിടക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പനി പിടിച്ചിട്ട് കിടക്കുന്നത് കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി. പ്രവാചകന്റെ കിടപ്പ് കണ്ടപ്പം അബൂബക്കർ തങ്ങളും കരയാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ സങ്കടം വന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ കയറിയപ്പോൾ പനിയായി. അബൂബക്കർ തങ്ങളും കിടപ്പിലായി. തൻ്റെ കൂട്ടുകാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി പിടിച്ചപ്പോൾ ആ പനി വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അബൂബക്കർ തങ്ങൾക്ക് പനിയായി. അബൂബക്കർ തങ്ങൾ കയറി കിടക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി മാറിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ പോയി. അബൂബക്കർ തങ്ങളെ കാണാൻ പോയിട്ട് പ്രവാചകൻ സമാധാനിപ്പിക്കുമ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബിയെ നിങ്ങളുടെ മുഖം കണ്ടപ്പോഴേ എൻ്റെ പനി മാറിയെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് സ്നേഹം, അത് സ്നേഹം. റസൂലുള്ളാഹിനെ കണ്ടതും അതുവരെ എഴുന്നേക്കാൻ കടന്നിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേക്കാൻ, മതി എൻ്റെ പനി പോയി തന്നെ, നിങ്ങളെ കണ്ടാൽ തന്നെ എൻ്റെ അസുഖം മാറും നബി. അതൊരു ബന്ധം, അതൊരു സ്നേഹം. നമ്മളെ പോലെയുള്ള കപട സ്നേഹമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാ. പടച്ചവനെ, ഈജിപ്തിന്റെ ഗവർണറായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഈജിപ്തിന്റെ ഗവർണറായി പടച്ചവനെ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
ക്രിസ്തുമത വിശ്വാസികളുടെ ദൈവമുണ്ടല്ലോ, അവരുടെ വിഗ്രഹമുണ്ടായിരുന്നു. ആരോ ഒരു മനുഷ്യൻ ആ വിഗ്രഹത്തിന്റെ മൂക്ക് മുറിച്ചു മാറ്റി ആ വിഗ്രഹത്തിന്റെ കയ്യവിടന്ന് തല്ലിയൊടിച്ചു. അല്ലാഹുവേ, അതാ അന്നത്തെ അവിടത്തെ ക്രിസ്തുമത വിശ്വാസികൾ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ കടന്നു വന്നു. ഭരണാധികാരിയാണല്ലോ, അവിടുത്തെ ഗവർണറാണല്ലോ. അവര് പറഞ്ഞു, ഇത് ചെയ്തത് മുസ്ലിമീങ്ങളാണ്, ഇത് ചെയ്തത് ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചത് മുസ്ലിമീങ്ങളാ. അതുകൊണ്ട് പടച്ചവനെ, ജനങ്ങൾ മുഴുവനും അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ പരാതിയുമായി കടന്നു വന്നു. അംറു ബിൻ ആസ് തങ്ങൾക്കറിയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം അങ്ങനെ ചെയ്യാറില്ല. അല്ലാഹുവേ, മുസ്ലിം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ കുറ്റം പറയരുതെന്ന് പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അവരുടെ ദൈവത്തെ കുറ്റം പറയുന്നത് നമ്മുടെ ദൈവത്തെ കുറ്റം പറയുന്നത് പോലെയാ. അവരാരാധിക്കുന്ന ദൈവങ്ങളെ ചീത്ത വിളിക്കുന്നത് നമ്മൾ നമ്മുടെ റബ്ബിനെ ചീത്ത വിളിക്കുന്നത് പോലെയാ. അതുകൊണ്ട് അവരുടെ ദൈവങ്ങളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനറിയാ, ഇത് വേറെ ആരോ ചെയ്തതാണ്, മുസ്ലിമീങ്ങൾ ചെയ്തതല്ല. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടി അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നു. അംറു ബിൻ ആസ് തങ്ങൾ പറഞ്ഞു, സ്വർണത്തിന്റെ വേണമെങ്കിൽ ഞാൻ എന്റെ പൈസ കൊടുത്ത്, ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്വർണത്തിന്റെ വിഗ്രഹമുണ്ടാക്കി തരാ, മാണിക്യത്തിന്റെ വിഗ്രഹമുണ്ടാക്കി തരാ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നമൊന്ന് പരിഹരിക്കട്ടെ. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അംറു ബിൻ ആസ്, ഞങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചവരാ, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ തല്ലി പൊട്ടിച്ചവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ തിരിച്ചു പ്രതികാരം ചെയ്യണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുഹമ്മദ് നബി ഉണ്ടല്ലോ, ആ മനുഷ്യന്റെ രൂപമുണ്ടാക്കി വെക്കണം. നിങ്ങളുടെ പ്രവാചകന്റെ രൂപമുണ്ടാക്കി വെച്ച് എന്നിട്ട് ഞങ്ങൾക്ക് മൂക്ക് മുറിച്ചു മാറ്റണം, ഞങ്ങൾക്ക് ആ കയ്യവിടന്ന് വെട്ടി മാറ്റണം. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല ഭരണാധികാരിയാണ്, ഈജിപ്തിന്റെ ഗവർണറാണ്. ക്രിസ്തുമത വിശ്വാസികൾ അങ്ങനെ പറയുമ്പോ അംറു ബിൻ ആസ് തങ്ങൾ വിളിച്ചു പറയുകയാ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കൂല. റസൂലുള്ളാഹിന്റെ രൂപമുണ്ടാക്കാനോ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് മുത്തുനബിയുടെ രൂപമുണ്ടാക്കിയിട്ട് പ്രവാചകന്റെ മൂക്ക് മുറിക്കാനോ, പ്രവാചകന്റെ കൈതല്ലി ഒടിക്കാനോ അവിടെ നിന്ന് പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നിൽക്കുന്നവരെ കണ്ടോ, മുസ്ലിമീങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ, ജീവനോടെ നിങ്ങൾ മൂക്ക് മുറിച്ചു മാറ്റിക്കോ, ജീവനോടെ നിങ്ങൾ കൈവെട്ടി മാറ്റിക്കോ, ഞങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ. ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുത്തുനബിയുടെ രൂപം പണിയാ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ആരെ വേണമെങ്കിലും പിടിച്ചോ. പടച്ചവനെ, അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എങ്കിൽ അംറു ബിൻ ആസ്, ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന ആൾക്കാരിൽ ആരെയെങ്കിലും വേണ്ട, ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെയെങ്കിലും ഞങ്ങൾക്ക് വേണ്ട. മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ അംറു ബിൻ ആസ്, നിനക്ക് സമ്മതമാണോ? നിന്റെ മൂക്ക് മുറിക്കാ, നിന്റെ കൈവെട്ടി മുറിച്ചു തരാൻ നിനക്ക് സമ്മതമാണോ? അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ടവര് പറയുകയാ, മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ, നീ തയ്യാറാണോ? മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ മുത്തുനബിക്ക് വേണ്ടി 100 വട്ടം എനിക്ക് സമ്മതമാ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ എന്നെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചോ, എനിക്കൊന്നുമില്ല. എന്റെ മുത്തുനബിക്ക് വേണ്ടിയല്ലേ, എന്റെ മുത്തുനബിക്ക് വേണ്ടിയല്ലേ. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി, എല്ലാവരും ജനങ്ങളെ മുഴുവനും വിരിച്ചുകൂട്ടി. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഒരാൾ പോലും അനങ്ങിപ്പോകരുത്.
അവരെന്നെ എന്ത് ചെയ്താലും, അവരെന്നെ വെട്ടി നുറുക്കിയാലും നിങ്ങളൊരൊറ്റ മനുഷ്യൻ പോലും അനങ്ങിപ്പോകരുത്. അല്ലാഹുവേ, അവിടുത്തെ ഗവർണറാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്. എല്ലാവരോടും പറഞ്ഞു, എല്ലാരും വല്ലാത്ത സങ്കടത്തിലാ, എല്ലാരും വല്ലാത്ത സങ്കടത്തിലാ. പിറ്റേ ദിവസം ഒരു സ്ഥലം വിളിച്ചു കൂട്ടി. അങ്ങനെ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അല്ലാഹുവേ, സഹാബത്ത് മുഴുവനും കരയുകയാ, എല്ലാവരുടെയും കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ പടച്ചവനെ ജീവനോടെ നിർത്തിയിട്ട് ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂക്ക് മുറിക്കുന്നതിന് വേണ്ടി വാളുമായി കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് അവിടുത്തെ മൂക്ക് ജീവനോടെ പച്ചയായിട്ട് അവിടെ നിന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി വലിച്ചൂരുമ്പോ അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചിരിക്കുകയാ, കരയുന്നില്ല, പേടിക്കുന്നില്ല. പുഞ്ചിരിക്കുന്ന മുഖത്തോട് നെഞ്ച് വിരിച്ചിട്ടവരുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. വാളൂരിയവൻ പോലും അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ മുഖത്ത് നോക്കുകയാ. പടച്ചവരെ, അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഇത് മുത്തുനബിക്ക് വേണ്ടിയാണല്ലോ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണല്ലോ എന്റെ മൂക്ക് കൊടുക്കുന്നത്, എന്റെ കൈ കൊടുക്കുന്നത്, എന്റെ ജീവൻ കൊടുക്കുന്നത് എന്റെ റസൂലുള്ളാഹിന് വേണ്ടിയാണല്ലോ, കരളിന്റെ കഷ്ടമായ മുത്തുനബിക്ക് വേണ്ടിയാണല്ലോ. ഈ അംർ ഇബ്നുൽ ആസിന് ഇതിനെക്കാളും എന്ത് ഭാഗ്യമാണ്, ഇതിനെക്കാളും എന്ത് ഭാഗ്യമാണ്. നാളെ മുത്തുനബിയുടെ കൂടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തില് എനിക്ക് മുത്തുനബിയുടെ ചാരത്തെത്താമല്ലോ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പടച്ചവരെ, എന്റെ മുത്തുനബിയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിക്കാമല്ലോ. പുഞ്ചിരിക്കുന്ന മുഖത്തോട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുമ്പോ മൂക്ക് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉറയിൽ നിന്ന് വാടൂരിയ മനുഷ്യനുണ്ടല്ലോ. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ ചിരി കണ്ടിട്ട്, അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ ചിരി കണ്ടിട്ട് ആ കാൽച്ചുവട്ടിലേക്ക് ആ വലിച്ചൂരിയ വാള് വെച്ചിട്ട് പറയുകയാ, അംർ ഇബ്നുൽ ആസ്, ഇതുപോലെ നേതാവിനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട്, ഇതുപോലെ നിങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്ന് നന്നാകാനാ, ഇനി ഞാനെന്ന് നന്നാകാനാ. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ കയ്യിൽ പിടിച്ച് അവിടുത്തെ ചിരി കണ്ടിട്ട്, അവിടെ നിന്ന് മുത്തുനബിയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്ത് മുറിക്കാൻ, അവിടുത്തെ മൂക്ക് മുറിക്കാൻ വാളൂരിയ മനുഷ്യൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ആർക്ക് വേണ്ടി? തന്റെ നേതാവിന് വേണ്ടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മനുഷ്യൻ പറയാ, ഈ സ്നേഹം കണ്ടിട്ട് ഞാൻ നീ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ? ആ കാൽച്ചുവട്ടിൽ വീണു ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് മുസ്ലിം, അതാണ് നബിയോടുള്ള മഹബത്ത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ. നാളെ ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പാസ് വാങ്ങി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഹൗലുൽ കൗസറിലെ വെള്ളവും വാങ്ങി കുടിച്ച് മുത്തുനബിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ചറബ്ബ് മരിക്കുന്നതിന് മുമ്പ് ഒരു
വട്ടമെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും ആ മുത്തുനബിയുടെ മുഖം കണ്ടു മരിക്കാൻ, ആ ശറഫാക്കപ്പെട്ട മുഖം കണ്ടു മരിക്കാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്ത് മുറിക്കാൻ, അവിടുത്തെ മൂക്ക് മുറിക്കാൻ വാളൂരിയ മനുഷ്യൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ആർക്ക് വേണ്ടി? തൻ്റെ നേതാവിന് വേണ്ടി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മനുഷ്യൻ പറയാ, ഈ സ്നേഹം കണ്ടിട്ട് നീ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ? ആ കാൽച്ചുവട്ടിൽ വീണു ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് മുസ്ലിം, അതാണ് നബിയോടുള്ള മഹബത്ത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ. നാളെ ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പാസ് വാങ്ങി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഹൗലുൽ കൗസറിലെ വെള്ളവും വാങ്ങി കുടിച്ച് മുത്തുനബിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ചറബ്ബ് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും ആ മുത്തുനബിയുടെ മുഖം കണ്ടു മരിക്കാൻ, ആ ശറഫാക്കപ്പെട്ട മുഖം കണ്ടു മരിക്കാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ.